നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളത്. ഞങ്ങൾ ഫാമിലിയായിട്ട് കൊല്ലൂർ ശ്രീ മൂകാംബികയിലേക്കുള്ള യാത്രയാണ്. കോയമ്പത്തൂർ ടു ബജൽപൂർ സ്പെഷ്യൽ ട്രെയിനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ട്രെയിൻ എത്തുമ്പോൾ 7 മണിയാവും. അതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചിട്ട് ട്രെയിൻ കയറാമെന്നുള്ള ധാരണയിൽ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ട്രെയിൻ ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത്. 7:45 എത്തേണ്ട ട്രെയിൻ 8 മണി കഴിഞ്ഞു എത്തിയപ്പോൾ 1.5 മണിക്കൂർ ഡിലേ ആയിരുന്നു. 9 മണിക്ക് ശേഷം ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ സ്ലീപ്പർ കോച്ചായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. അങ്ങനെ 9 മണിക്ക് ശേഷം എടുത്ത ട്രെയിൻ കൊല്ലൂർ ശ്രീ മൂകാംബികയിൽ എത്തിയപ്പോഴേക്കും ഏകദേശം 5 മണി 4:45 മണിയോളമായി. പിന്നെ റെയിൽവേയിൽ നിന്ന് ഞങ്ങൾ ടാക്സി പിടിച്ചാണ് മൂകാംബികയിലേക്ക് പോയത്. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടാക്സി പിടിച്ചിട്ട് പോകാമെന്നുള്ള ധാരണയിൽ ടാക്സി പിടിച്ചിട്ട് ആണ് പോയത്. ഏകദേശം ഒരു 6 മണിയായപ്പോഴേക്കും മൂകാംബിക അമ്പലത്തിലെത്തേണ്ടായി. സിനിമയാ ടൂറിസം മുമ്പിലാണ് ഞങ്ങൾ റൂം എടുത്തത്. കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുഞ്ഞിനെ എഴുത്തിനിരുത്തിയിട്ടില്ല. അപ്പോൾ എഴുത്തിനിരുത്തുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മൂകാംബികയിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷായി തൊഴാനായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്നത് മെയിൻ എൻട്രൻസ് ആണ്, അമ്പലത്തിൻ്റെ മെയിൻ. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിറങ്ങി കുഞ്ഞിനെ എഴുത്തിനിരുത്തണം. അതിന് മുന്നോടിയായി ചീട്ടെടുക്കണം, റെസീറ്റ് എഴുതണം. 100 രൂപ കൊടുത്ത് നമ്മൾ റെസീറ്റ് എഴുതണം എഴുത്തിനിരുത്തുന്നതിന്. അങ്ങനെ കുഞ്ഞിന് ആദ്യാക്ഷരം കുറിച്ചു. അങ്ങനെ കുഞ്ഞിനെ എഴുത്തിനെടുത്ത് കഴിഞ്ഞു. ഇങ്ങനെ കുടജാത്രയിൽ പോകണമെന്നുള്ള ആഗ്രഹത്താൽ ഞങ്ങൾ എല്ലാവരും കുടജാത്രയിലേക്കുള്ള യാത്രയിലാണ്. 4 വീലർ ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. ഒരുപാട് വളവും തിരിവും ഓഫ് റോഡുമാണ് യാത്രയിലുള്ളത്. യാത്ര ഭയങ്കര കഠിനകരമാണ്. എന്തായാലും ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്ന പീഠത്തിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ എത്തുമ്പോഴത്തേനും മാറുന്നതാണ്. അങ്ങനെ വേനൽക്കാലമായതുകൊണ്ട് ഭയങ്കര പൊടിയായിരുന്നു. അങ്ങനെ പൊടി ഒരുപാട് ഉള്ളതുകൊണ്ട് മാസ്ക് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. മാസ്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്.